ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ ഇഷ്യൂസസ് വീണ്ടും ന്യൂസസിൽ വന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഏതാനും കുറച്ച് വർഷങ്ങൾക്ക് മുൻപും ഈ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. നരേന്ദ്രമോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് പാർലമെന്റിൽ വരെ ചർച്ചയായിട്ടുണ്ടായിരുന്ന ഒരു വിഷയമായിരുന്നു നരേന്ദ്രമോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അത് വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഇതിനെ കൊണ്ടുള്ള ഉപകാരം എന്താണ്? അതായത് നമ്മളുടെ ഭരണഘടനയിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു മിനിസ്റ്റർ അല്ലെങ്കിൽ ഒരു പ്രൈം മിനിസ്റ്റർ ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. എന്തിനു പറയുന്നു? ഒരു പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഒരു മിനിസ്റ്ററോ ആവണമെന്നുണ്ടെങ്കിൽ മെമ്പർ ഓഫ് പാർലമെന്റ്, MP പോലും ആവേണ്ട, 6 മാസത്തിനുള്ളിൽ MP ആയാൽ മതി. ആ ഒരു കണക്കാണ്. അതായത് യാതൊരു തരത്തിലുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസും നമ്മുടെ ഭരണഘടനയും പറഞ്ഞിട്ടില്ല, മറ്റു ഇന്ത്യയിലെ ഒരു നിയമവും പറഞ്ഞിട്ടില്ല ഒരു പ്രധാനമന്ത്രി ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മിനിസ്റ്റർ ആവാൻ വേണ്ടിയിട്ട് എവിടെയും ഒരു നിയമവും പറഞ്ഞില്ല. പിന്നെ എന്തിനാണ് ഈ എഡ്യൂക്കേഷന്റെ ബാക്കിൽ പോകുന്നത്? എഡ്യൂക്കേഷൻ നല്ലൊരു കാര്യം തന്നെയാണ്. എന്നിരുന്നാലും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ അത്രയും നല്ലതാവണമെന്നില്ല. അതുപോലെ തന്നെ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഡിസിഷൻസ് എടുക്കുമ്പോൾ അത് തെറ്റാവണമെന്നുമില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എടുക്കുന്ന തീരുമാനങ്ങൾ അത് പെർഫെക്റ്റ് ആവാനുള്ള സാധ്യത വളരെ അധികമാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു എക്സിക്യൂട്ടീവിൽ ഡിസിഷൻസ് എടുക്കുന്നത് അല്ലെങ്കിൽ പോളിസീസ് ഒക്കെ ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ മിനിസ്റ്റേഴ്സ് ഒന്നുമല്ല. അത് ചെയ്യുന്നത് IAS ഓഫീസേഴ്സ് ആണ്. കൂടുതൽ പോളിസീസും ഉണ്ടാക്കുന്നത് IAS ഓഫീസേഴ്സ് തന്നെയാണ്. നല്ലോണം പഠിച്ച ആൾക്കാർ തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വലിയ ഡിസ്കഷൻസ് ഒന്നും വേണമെന്നില്ല. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പാർലമെന്റ് ആവട്ടെ അല്ലെങ്കിൽ സ്റ്റേറ്റ് അസംബ്ലീസ് ആവട്ടെ, ഇവരൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഡിസ്കഷനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഹിസ്റ്ററീസിലെ X പേഴ്സൺ വലിയ ഹീറോ ആണെന്നും Y എന്ന് പറയുന്ന പേഴ്സൺ ഒരു മർഡർ ആണെന്നൊക്കെയാണ് ഇവിടെ തെളിയിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കുന്നത്. അത് നമ്മൾ പാർലമെന്റിലാവട്ടെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവിലാവട്ടെ. ഇപ്പൊ റീസെന്റ് ഉത്തർപ്രദേശ് അസംബ്ലിയിൽ നടന്ന ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ചുള്ള ഘോരഘോരമായിട്ടുള്ള പ്രസംഗമാണ് യോഗി ആദിത്യനാഥ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതെന്തുമാവട്ടെ, പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ മോട്ടീവിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു ഹിസ്റ്റോറിക്കലി ചേഞ്ചസ് വരുത്താൻ നോക്കുന്ന അല്ലെങ്കിൽ ഹിസ്റ്ററീസിൽ ചേഞ്ചസ് വരുത്തിയിട്ട് അതൊരു റിലീജിയനുമായിട്ട് കണക്ട് ചെയ്യാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ചെയ്യുന്നത് ആൾക്കാരുടെ ഫോക്കസ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. പ്രധാനപ്പെട്ട ഇന്ത്യ ഫേസ് ചെയ്യുന്ന പല ഇഷ്യൂസും ഉണ്ട്. അതിൽ നിന്നൊക്കെ ആൾക്കാരുടെ ഫോക്കസ് മാറ്റി ഈ ഒരു വിഷയത്തിലേക്ക്, കാരണം ഏറ്റവും പെട്ടെന്ന് ആൾക്കാരൊക്കെ ആകർഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് റിലീജിയസ് പരമായിട്ടുള്ള കാര്യങ്ങളാണ്. ആൾക്കാർ റിലീജിയസ് എന്ന് കേൾക്കുമ്പോൾ ആളുകൾ അങ്ങോട്ടേക്ക് പോകും എന്ന് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസിന് അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ആൾക്കാരുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ റീസെന്റ് തന്നെ 1 മാസം പ്രായമുള്ള ഒരു കുട്ടിയെയാണ് രാജസ്ഥാനിലെ പോലീസ് ചവിട്ടി കൊന്നിട്ടുള്ളത്. എന്നാൽ ഇത്രയും ദിവസമായിട്ടും ഇതുവരെ പോലീസ് ആക്ഷൻസ് ഇതുവരെ എടുത്തിട്ടില്ല. യാതൊരു തരത്തിലുള്ള അന്വേഷണം ഇൻവെസ്റ്റിഗേഷനിലാണെന്ന് പറഞ്ഞു. ആ പോലീസുകാർ ആരാണെന്ന് എന്തോ ഫുൾ എവിഡൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇതുവരെ ഒരു നിയമ നടപടിയും എടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇതെവിടെയും ഡിസ്കഷൻസിലേക്ക് വരുന്നില്ല. പാർലമെന്റിലാവട്ടെ അല്ലെങ്കിൽ അസംബ്ലിയിലാവട്ടെ എവിടെയും ഡിസ്കഷൻസിൽ വരുന്നില്ല. ഈ പറഞ്ഞ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെങ്കിൽ അതൊക്കെ പാർലമെന്റ് അല്ലെങ്കിൽ അസംബ്ലീസിന്റെ ഒക്കെ പുറത്ത് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. കാരണം അതിന്റെ ഉള്ളിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. വുമൻസിന്റെ സേഫ്റ്റിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്. ഒരുപാട് വുമൻസ് ഇപ്പോൾ മർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ സൂയിസൈഡ് കൂടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഡ്രഗ്സിന്റെ യൂസ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യം മുഴുവനും ഈ ഒരു ഡ്രഗ്സിന്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എഡ്യൂക്കേഷന്റെ ക്വാളിറ്റിയെ കുറിച്ച് സംസാരിക്കാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. കാരണം ഇന്ത്യയിൽ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളതാണ്. കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും പാസ്സാക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്, അതൊരു വഴിക്ക് പോകുന്നുണ്ട്. ഇനി മഹാരാഷ്ട്രയിൽ പോയി കഴിഞ്ഞാൽ മഹാരാഷ്ട്ര ഗവൺമെന്റ് ഇപ്പോൾ എടുത്ത ഒരു ഡിസിഷൻ ഉണ്ട്. 10ാം ക്ലാസ്സിലെ കുട്ടികൾ മാത്സിലും സയൻസിലും തോൽക്കുന്നുണ്ട്. ആ കാരണം പറഞ്ഞിട്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് അത് ടഫ് ആയതുകൊണ്ട് അല്ലെങ്കിൽ അതിൽ കുട്ടികൾ പാസ്സാവാത്തത് കൊണ്ട്
പാസ് മാർക്ക് വെട്ടിക്കുറക്കണം എന്നാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. എങ്ങനെയിരിക്കുന്നു? അല്ലാതെ അവിടുത്തെ ടീച്ചേഴ്സിന്റെ ടീച്ചിങ് സ്കിൽസും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് കുട്ടികളെ ജയിപ്പിക്കാനല്ല ശ്രമിക്കുന്നത്. അവർ ശ്രമിക്കുന്നത് കുട്ടികളെ ജയിപ്പിക്കാൻ തന്നെയാണ്. പക്ഷെങ്കിൽ മാത്സിന്റെയും സയൻസിന്റെയും പാസ് മാർക്ക് അത് കുറച്ചിട്ട് കുട്ടികളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ക്വാളിറ്റി എഡ്യൂക്കേഷൻസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഗുജറാത്തിലെ അവിടുത്തെ മിനിസ്റ്റർ അവിടുത്തെ അസംബ്ലി ഗുജറാത്ത് അസംബ്ലിയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് അവിടുത്തെ എഡ്യൂക്കേഷൻ ക്വാളിറ്റിയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഫെസിലിറ്റിയെ കുറിച്ചിട്ട്. അവർ പറഞ്ഞിട്ടുള്ളത് ഏകദേശം 1000-ൽ-അധികം സ്കൂളുകളിൽ ഒരു ടീച്ചറാണ് ഉള്ളത്. ആ ഒരു ടീച്ചറാണ് എല്ലാ ക്ലാസ്സും എടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റു 1000 സ്കൂളുകളിൽ ഉള്ള അവസ്ഥ എന്ന് പറയുന്നത് ഒരു ക്ലാസ് റൂമാണ്. ആ ഒരു ക്ലാസ് റൂമിലാണ് 1ാം ക്ലാസ് കുട്ടികൾ, 2ാം ക്ലാസ് കുട്ടികൾ, അങ്ങനെയുള്ള എല്ലാ കുട്ടികളും ഒരു ക്ലാസ് റൂമിൽ ഇരുന്നിട്ടാണ് പഠിക്കുന്നത് എന്ന് അവിടുത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ തന്നെയാണ് ഈ റിപ്പോർട്ടുകളൊക്കെ അസംബ്ലിയിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ആ ക്വാളിറ്റിയെ കുറിച്ച് എന്തുകൊണ്ടാണ് ഡിസ്കസ് ചെയ്യാത്തത്? അതിനുള്ള കാരണം എന്ന് പറയുന്നത് ആൾക്കാർ എഡ്യൂക്കേറ്റ് ആയി കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും, ഉത്തരം പറയേണ്ടി വരും ഗവൺമെന്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ഒക്കെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യാത്തത്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻസിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും എഡ്യൂക്കേഷനിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, പക്ഷെങ്കിൽ ക്വാളിറ്റി എഡ്യൂക്കേഷനിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അതിനുള്ള കാരണം പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പ്രധാനമന്ത്രിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റും അതുപോലെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഓൾ പാർട്ടി കോൺഫറൻസ് ഒക്കെ വിളിച്ചിട്ട് അവിടെ ഡിസ്കസ് ചെയ്യുക. അല്ലാതെ പാർലമെന്റും സ്റ്റേറ്റ് അസംബ്ലി എന്നൊക്കെ പറയുമ്പോൾ സ്റ്റേറ്റ് അസംബ്ലിയിൽ ഡിസ്കസ് ചെയ്യേണ്ടത് ആ സ്റ്റേറ്റിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ടോ അതിനൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. പക്ഷെങ്കിൽ അതൊന്നല്ല ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളുടെ ഓരോ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു പ്രോബ്ലമാണ് പോവേർട്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കറൻസിയുടെ ഡിപ്രീസിയേഷൻ, അതുപോലെ ഇൻഫ്ലേഷൻ. ഓരോ ദിവസം കഴിയുന്നതിന് സാധനങ്ങളുടെ വില വർദ്ധിച്ചു വരികയാണ്. ഓരോ സാധാരണക്കാർക്കും വാങ്ങിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചൊന്നും യാതൊരു തരത്തിലുള്ള ഡിസ്കഷനും ഇല്ലാതെ ഈ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള അവരൊക്കെ മരണപ്പെട്ടു പോയ കാര്യങ്ങളാണ്. അവരൊക്കെ മരണപ്പെട്ടു, പിന്നെ അവരെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് എന്താണ് കാര്യം? അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഡിസ്കഷൻസ് ഒക്കെ ഒഴിവാക്കുക. എന്നിട്ട് ഇതേപോലെ പ്രധാനപ്പെട്ടിട്ടുള്ള നമ്മുടെ രാജ്യത്തിന് ആവശ്യമുള്ള, നമ്മുടെ രാജ്യം ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രി ആയി മാറാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണോ ചെയ്യാനുള്ളത് ആ കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാതെ പിന്നെ എന്തിനാണ് നമുക്ക് പാർലമെന്റും സ്റ്റേറ്റ് അസംബ്ലിയും ഒക്കെ കൂട്ടിയിട്ടിട്ട് പോയാൽ പോരെ? എന്നിട്ടൊരു കോൺഫറൻസ് ഹാളിൽ എല്ലാവരും കൂടി കൂടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്താൽ പോരെ? ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് പാർലമെന്റിലും അസംബ്ലിയിലും ഒക്കെ എന്തിനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത്രയും പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് കിടക്കുമ്പോൾ പണ്ട് മരണപ്പെട്ട ഏതൊക്കെയോ വ്യക്തികളെ കുറിച്ച് വീണ്ടും വീണ്ടും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെ ഗ്ലോറി ചെയ്തുകൊണ്ടിരിക്കുന്നു, മറ്റേ ചില ആൾക്കാരെ താഴ്ത്തിക്കെട്ടിക്കൊണ്ടിരിക്കുന്നു. എന്തിനാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതുപോലെ തന്നെയാണ് റീസെന്റ് നടന്ന ഒരു കാര്യം, ഗ്ലോബൽ ഇൻവെസ്റ്റർ സമ്മിറ്റിൽ നടന്ന ഒരു കാര്യം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. കാരണം അങ്ങനെ ഒരു പ്രശ്നത്തിൽ, അങ്ങനെ ഒരു സമ്മിറ്റിൽ ഇങ്ങനെ ഒരു പ്രശ്നം, അതായത് അവിടെ പ്ലേറ്റിന് വേണ്ടി തല്ലുണ്ടാക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ അവിടെ കണ്ടിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ്? മിസ്മാനേജ്മെന്റ് ആണോ? എന്താണ് അവിടുത്തെ പ്രശ്നം? അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഇനി അങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള, നമുക്ക് കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഡിസ്കഷൻസ് നടത്താതെ ഒരു പ്രൊഡക്റ്റീവും ഒരു കാര്യവും ഇല്ലാത്ത, ഒരു ഗുണവും ഇല്ലാത്ത ഡിസ്കഷൻസ് നടത്തിയിട്ട് എന്താണ് കാര്യം? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.